അനധികൃത കുടിയേറ്റക്കാരെ ഗാണ്ടുനാമോ ജയിലിലേക്ക് മാറ്റാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു. കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യം ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഇക്കാര്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അതിവേഗം ചില ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു, പ്രശ്നമാകുമല്ലോ. ഗുഡ് മോർണിംഗ് എസ്കെൻ. അമേരിക്കയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 30,000 അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗോണ്ടാനാമോ തടവറയിലേക്ക് മാറ്റുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞത്. ഇതിനായി പെൻറ്റഗണും അതുപോലെ ഡിഫൻസിൻ്റെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. 30,000 പേരെ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ ഈ ഫെസിലിറ്റിക്ക് കഴിയും. ഇവർ ഒരിക്കലും അമേരിക്കയിലേക്ക് മടങ്ങി വരില്ല എന്ന് ഉറപ്പുവരുത്തും. എന്നാൽ ഈ വിഷയത്തിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന് പകരം പ്രസിഡൻഷ്യൽ മെമ്മോറാണ്ടമാണ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ ഗോണ്ടാനാമോയിൽ 30,000 കട്ടിലുകൾ ഉണ്ടെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരിൽ പലരും കൊടും കുറ്റവാളികളാണ്. അമേരിക്കൻ ജനതയുടെ സുരക്ഷയ്ക്കൊക്കെ ഇവർ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇവരുടെ ഈ കുറ്റകൃത്യങ്ങളുടെ വെളിച്ചത്തിൽ അവരുടെ സ്വന്തം രാജ്യങ്ങൾ അവരെ ഒരിക്കലും തിരികെ സ്വീകരിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പുവരുത്തും, ഇവർ ഒരിക്കലും അമേരിക്കയിലേക്ക് ഇനി തിരികെ എത്തില്ല. അതുപോലെ ഇവരെ തടങ്കലിലാക്കുന്ന പ്രദേശത്തെപ്പറ്റി പലർക്കും അറിയത്തേയില്ല. കാരണം ഇവിടെ ഒരിക്കൽ പെട്ടുപോയാൽ അവിടെ നിന്ന് പുറത്ത് കടക്കുവാൻ ഒരിക്കലും കഴിയില്ല. ഈ കുടിയേറ്റ കുറ്റകൃത്യങ്ങളുടെ ബാധയെ എന്നേക്കുമായി അമേരിക്കയിൽ ഇല്ലാതാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുപോലെ ഈ US അതിർത്തികളുടെ പുനഃസ്ഥാപനത്തിന് ഉള്ള ധനസഹായവും അതുപോലെ അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായി നീക്കം ചെയ്യുവാനുള്ള സാമ്പത്തിക സഹായം കോൺഗ്രസിനോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഈ ഗോണ്ടാനാമോയിലേക്ക് 30,000 കുടിയേറ്റക്കാരെ അയക്കുവാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കത്തെ അതിക്രൂരമായ പ്രവൃത്തി എന്നാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വേൽ ഡയസ് കാനൽ ഇന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീൻ നോം പറയുന്നത് അനധികൃത കുടിയേറ്റക്കാർ ഇപ്പോൾ തന്നെ ഈ ഫെസിലിറ്റിയിലുണ്ട്, അതുകൊണ്ട് ഇതിലൊട്ടും പുതുമയില്ലെന്നുമാണ്. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.